ബഹുമാന്യരായ മഹാജനങ്ങൾ അല്ല, മഹാജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറു കാര്യങ്ങൾ പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല, അന്യരെ സംബന്ധിക്കുന്ന ഒന്നുമില്ല, നമ്മുടെ സ്വയം അനുഭവപ്പെടുന്ന കാര്യങ്ങൾ നാലുപേര് അറിഞ്ഞിരിക്കണം, ലോകം അറിയണം എന്ന് ഉദ്ദേശിച്ച് പറയുന്നതാണ്. നമ്മുടെ ശത്രു നിലവാരം കുറച്ച് നാൾക്കൊക്കെ മുമ്പ് ലോകത്തിന് അറിയാമായിരുന്നു. അതേ അവസ്ഥയിൽ ഇന്നും അല്പമെങ്കിലും കൂടുതലായി തുടരുകയല്ലാതെ അല്പവും അതിന് ശാന്തി വന്നിട്ടില്ല. ഈ നമ്മളിവിടെ ജീവിക്കുന്ന ഈ ചുറ്റുപാടിലും അയൽപക്കങ്ങളുമായിട്ട് 25 പേർക്കകത്തുള്ളവരാണ് നമ്മുടെ സ്വാഭാവികമായ ശത്രുക്കളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആരെയും കാപ്പും വയ്ക്കുവാൻ നടക്കുന്ന നീലക്കൂട്ടം, നികഴ്ചക്കൂട്ടം എന്ന് പറയുന്ന വർഗ്ഗക്കാരായിരുന്നു. അവര് ഒരു പേര് പറയുന്നത് കേൾക്കാം, എന്ത് ചാനല് 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 എന്നൊരു പേര് പറയുന്നത് കേൾക്കാം. മഹാജനങ്ങളെ, ഈ ചാനലെന്ന് പറഞ്ഞാൽ ഇതിന് ചാനലറിയാം, പക്ഷേ നമ്മുടെ വഴിക്ക് ചാനലില്ല. ഓരോ നമ്മൾ ജീവിക്കുന്നതിൻ്റെ 10 കിലോമീറ്റർ ഒക്കെ ആയിട്ട് പല ചാനലുകളും ഒഴുകി പോകുന്നത് കാണാം. അത് ഈ തളിക്കാട് ഡാമെന്നൊക്കെ പറയുന്ന വലിയ വലിയ ഡാമിൽ ചേർത്ത് കുടിക്കുന്ന ചാനലാണ്. എന്നാൽ നമ്മുടെ സമീപത്ത് ചാനലില്ല. അങ്ങനെ ഒരു ചാനൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല ഈ നാട്ടുകാരും തന്നെ. അപ്പൊ ഇവരൊക്കെ ഇന്ന് തെരുവുകളോടും പാതയോരങ്ങളോടും കാണിച്ചു കൊടുക്കാതെ കുട്ടികൾ കിട്ടും. എങ്ങനെയാണെന്നും ഞാൻ പറയേണ്ട, എല്ലാവർക്കും അതറിയാം. ആ കുട്ടികൾ പറക്കിക്കൊണ്ട് ചെന്ന് ഈ ചാനലിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ട് വെച്ചുകൊണ്ടാണ് ഈ ചാനൽ എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ കയറിയിരുന്ന എന്നെ അസഭ്യം പറയുക, ഈ മികച്ച വാക്ക് പറയുക, നീണ്ട വാക്ക് പറയുക, ഇങ്ങനെ ഇവിടെ ഒരു വർഷം അധികം വന്ന് കിടക്കുകയാണ് അവർ. അത് നീചവർഗം, മികച്ചവർഗം, ധൂർത്തവർഗം എന്നൊക്കെയാണ് ഞാൻ അവരെ ചിത്രീകരിക്കുന്നത്. അവര് സ്വയം വലിയ പണക്കാരാണെന്നും ഞങ്ങൾക്ക് മണിമാളിയുണ്ടെന്നും ഞങ്ങൾ മണിമാളിലേക്ക് അകത്തിരുന്നുകൊണ്ടും എന്തും കാട്ടിക്കൂട്ടി ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് എന്നൊക്കെ എവര് ചിന്തകണ്ടി പറഞ്ഞ് പൊങ്ങുന്നു എങ്കിൽ അത് ഞങ്ങളെ ഇവരാരും എന്റെ അറിയപ്പെടത്തോളം വലിയ പണക്കാരൊന്നും ആയിരുന്നവരല്ല. വളരെ നാളത്തെ വേർപ്പും കണ്ണീരും കച്ചതയും കൊണ്ട് ജീവിക്കുവാനൊക്കെ ഇപ്പൊ ചിലപ്പോൾ അവർക്ക് കഴിവുണ്ടെന്നുള്ളത് എനിക്ക് അവർ പറയാതെ തന്നെ അറിയാം. അതുകൊണ്ട് അവർ പണത്തിൻ്റെ ഞങ്ങൾ സമ്പന്നരാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീതിപ്പെടുത്തുവാൻ ഇല്ല. ഞാൻ അതുകൊണ്ടൊന്നും ഭയപ്പെടുന്നില്ല. എന്തായിരുന്നാലും കുറച്ച് അമിതമായി ഇവർ എന്നെ ദുർവാക്ക് പറഞ്ഞ് കരയിൽ കുത്തുന്ന പ്രവണത വളരെ ഉത്സാഹമാണ്. അതുകൊണ്ടൊന്നും തന്നെ ഞാൻ ഇന്നുവരെ ഭയന്നിട്ടില്ല എന്നും ഇനി മേലൊന്നും ഈ നീലക്കൂട്ടത്തിന്റെ കൂടെ ഞാൻ ഭയപ്പെടില്ല എന്നും ഉറപ്പിച്ചു തന്നെ പറയുന്നു. പിന്നെ ഇന്നലെ 10 കിലോമീറ്റർ അകലെ നഗരപ്രദേശങ്ങളുണ്ട്. അവിടെ കുറച്ച് പണ്ഡിതന്മാരും വിദ്വാൻമാരും ഒക്കെയാണ് ഇവർക്ക് സഹായികൾ. ആ പണ്ഡിതന്മാരും വിദ്വാൻമാരും എന്നൊക്കെ പറയുന്നവരെ നമുക്ക് നന്നേ അറിയാവുന്നവരാണ്, കൊച്ചിലേതൊക്കെ അറിയാവുന്നവരാണ്. അവരൊന്നും ഈ നാട്ടിനും നല്ലതായി യാതൊരു ചെയ്തിട്ടുള്ളതായി ആർക്കും തന്നെ അറിയുന്നു. പിന്നെ രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിന്റെയും സമ്പന്നതയുടെയും പേര് ചുമറ്റം പറഞ്ഞ് നടക്കുമ്പോ കുറച്ചുകൂടി കൈയടിക്കാൻ കാണും. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ മലയാള ഭാഷയുടെ പ്രത്യേകതയുണ്ട്. ആര് ചെയ്തു എന്നുള്ളത്, എന്ത് ചെയ്തു എന്നുള്ളതല്ല, ആര് ചെയ്തു എന്നുള്ളത്. ശരിയവൻ സമ്പന്നനും അധികാരമുള്ളവനോ ആണെങ്കിൽ ഇവിടുത്തെ വായനപത്രം മുതലങ്ങ് തുടങ്ങും. പിന്നെ ഒരു പറത്ത് അങ്ങ് പൊക്കിപ്പോഴും. അതുകൊണ്ടൊന്നും ഞാൻ ഭയക്കുന്നവനേ അല്ല. അവർക്ക് അധികാരികളുണ്ട്, സമ്പന്നരുണ്ട്, സ്വയം ബന്ധന്മാരാണ്, വിദ്വന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേൽപ്പിട്ട് കയറേണ്ട യാതൊരു കാര്യവും അവർക്കില്ല.
പാട് അവർക്ക്, നമ്മുടെ പാട് നമുക്ക്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ വിചാരിക്കുന്നില്ല. പറയേണ്ട വന്നാൽ പിന്തിരിഞ്ഞ് ഓടിക്കളയുന്ന പ്രശ്നവുമില്ല. എന്തായാലും പ്രശ്നമായില്ലേ അത്